രാജ്യം ഉറ്റുനോക്കുന്ന ഉത്തർപ്രദേശിലെ 80 മണ്ഡലങ്ങളിൽ പടിഞ്ഞാറൻ യു പി പ്രദേശത്തുള്ള 8 മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് പൂർത്തിയായത്. 60.25% പോളിംഗ് രേഖപ്പെടുത്തിയത്. സഹാറൻപൂർ, കൈരാന, മുസഫർനഗർ, ബിജ്നോർ, നഗീന, മൊറാദാബാദ്, രാംപൂർ, പിലിഭിത്ത് എന്നീ മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിധി നിർണയം നടത്തിയത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ UP BJP സഖ്യം തൂത്തുവാരിയപ്പോഴും ചെറിയൊരു പ്രതിരോധം നടത്തിയ പ്രദേശമായിരുന്നു പടിഞ്ഞാറൻ UP. സമാജ്വാദി പാർട്ടിക്കൊപ്പം ജാട്ട് പാർട്ടിയായ RLDയും BSPയും ചേർന്നതോടെ ദളിത്, മുസ്ലിം, ജാട്ട്, ഗുജ്ജർ വോട്ടുകൾ നിർണായകമായ ഈ പ്രദേശത്ത് SPയും BSPയും BJPക്കൊപ്പം പിടിച്ചു നിന്നു. BSPക്ക് 3 സീറ്റുകളും സമാജ്വാദി പാർട്ടിക്ക് 2 സീറ്റുകളും നേടാനായി. എന്നാൽ ഇത്തവണ ആ സഖ്യങ്ങളൊന്നുമില്ല. BSP ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. RLD ആകട്ടെ BJPക്കൊപ്പം ചേർന്ന് NDA സഖ്യത്തിലായി. അതോടെ ഈ മേഖലയിലെ തിരഞ്ഞെടുപ്പിന്റെ ചിത്രമെല്ലാം മാറി മറിഞ്ഞുവെങ്കിലും വർദ്ധിച്ച പോരാട്ട വീര്യത്തിലാണ് സമാജ്വാദി പാർട്ടി ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഇവിടെ രംഗത്തിറങ്ങിയിട്ടുള്ളത്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് കൂടി കളത്തിലിറങ്ങിയതോടെ ഉത്തർപ്രദേശിൽ മുലായം സിംഗ് യാദവിന്റെ കുടുംബത്തിൽ നിന്ന് മത്സരിക്കുന്നത് 5 പേരാണ്. ആദ്യമായാണ് അഖിലേഷിന്റെ കുടുംബത്തിൽ നിന്ന് ഇത്രയും പേർ മത്സര രംഗത്തിറങ്ങുന്നത്. SPയുടെ പരമ്പരാഗത മണ്ഡലങ്ങളിൽ നിന്നാണ് 5 പേരും ജനവിധി തേടുന്നത്. അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിംപിൾ യാദവ്, ബന്ധുക്കളായ ധർമ്മേന്ദ്ര യാദവ്, ആദിത്യ യാദവ്, അക്ഷയ് യാദവ് എന്നിവരാണ് മത്സര രംഗത്തുള്ള മറ്റ് കുടുംബാംഗങ്ങൾ. മത്സരത്തിൽ നിന്ന് വിട്ടുനിന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനായിരുന്നു അഖിലേഷിന്റെ തീരുമാനം. എന്നാൽ പാർട്ടിക്ക് കൂടുതൽ ആവേശം പകരാൻ താൻ മത്സര രംഗത്തുണ്ടാകുന്നത് നല്ലതാണെന്ന വിലയിരുത്തലിലാണ് അദ്ദേഹം തീരുമാനം മാറ്റിയത്. കനൌജിൽ നിന്ന് അഖിലേഷ് മത്സരിക്കണമെന്ന് പാർട്ടി അണികൾക്കിടയിലും ആവശ്യമുയർന്നിരുന്നു. 1998 മുതൽ SPയുടെ തട്ടകമായിരുന്ന കനൌജിൽ 2000 മുതൽ 2009 വരെ അഖിലേഷ് ആയിരുന്നു MP. 2012 മുഖ്യമന്ത്രിയായതോടെ അഖിലേഷ് MP സ്ഥാനം രാജിവെച്ചു. തുടർന്ന് ഡിംപിൾ യാദവ് ഇവിടെ മത്സരിച്ച് ജയിച്ചു. 2019 തിരഞ്ഞെടുപ്പിൽ ഡിംപിൾ BJPയുടെ സുബ്രത് പഥക്കിനോട് പരാജയപ്പെട്ടിരുന്നു. ഇത്തവണ ഇവിടെ തേജ് പ്രതാപ് യാദവിനെ മത്സരിപ്പിക്കാനാണ് SP ആദ്യം തീരുമാനിച്ചിരുന്നത്. മുലായം സിംഗ് യാദവും കുടുംബാംഗങ്ങളും മാറി മാറി മത്സരിച്ച് ജയിച്ചു പോന്ന മെയിൻപുരിയിൽ 2022 മുലായത്തിന്റെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഡിംപിൾ യാദവ് വിജയിച്ചിരുന്നു. ഇത്തവണയും ഡിംപിൾ തന്നെയാണ് ഇവിടെ നിന്ന് മത്സരിക്കുന്നത്. BJPയുടെ ജയ്വീർ സിംഗ് ആണ് ഡിംപിളിന്റെ എതിരാളി. SP നേതാക്കളിൽ പ്രമുഖനും മുലായത്തിന്റെ കുടുംബാംഗവുമായ ധർമ്മേന്ദ്ര യാദവ് അസംഘടിയിൽ നിന്ന് ജനവിധി തേടുന്നു. ആദ്യം അദ്ദേഹത്തിന് ബദൌൻ സീറ്റാണ് നൽകിയിരുന്നത്. എന്നാൽ പിന്നീട് അസംഗഡ് സീറ്റിലേക്ക് മാറ്റുകയായിരുന്നു. 2019 അഖിലേഷ് യാദവ് ജയിച്ച മണ്ഡലമാണ് അസംഗഡ്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച അഖിലേഷ് ഇരട്ട പദവി വഹിക്കാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ രാജിവെച്ചപ്പോൾ അസംഗഡിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ധർമ്മേന്ദ്ര യാദവ് BJPയുടെ ദിനേശ് ലാൽ യാദവിനോട് 8679 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് തോറ്റു. ഇത്തവണയും ദിനേശ് തന്നെയാണ് BJP സ്ഥാനാർത്ഥി. മുലായം സിംഗ് യാദവിന്റെ സഹോദരൻ അഭയ് റാം യാദവിന്റെ മകനാണ് ധർമ്മേന്ദ്ര. ആദിത്യ യാദവാണ് മുലായം കുടുംബത്തിൽ നിന്ന് മത്സരിക്കുന്ന മറ്റൊരാൾ. 35കാരനായ ആദിത്യ മുലായത്തിന്റെ സഹോദരൻ ശിവപാൽ യാദവിന്റെ മകനാണ്. ബദൌനിൽ നിന്നാണ് ആദിത്യ കന്നി അംഗത്തിനിറങ്ങുന്നത്. BJP ഇവിടെ കളത്തിലിറക്കുന്നതും പുതുമുഖത്തെ തന്നെയാണ്. ദുർവിജയ് സിംഗ് ഷാഖ്യയാണ് BJP സ്ഥാനാർത്ഥി. മുലായത്തിന്റെ ബന്ധു റാം ഗോപാൽ യാദവിന്റെ മകൻ 34കാരനായ അക്ഷയ് യാദവാണ് യാദവ് കുടുംബത്തിൽ നിന്ന് മത്സരരംഗത്തുള്ള അടുത്ത നേതാവ്. ഫിറോസാബാദ് മണ്ഡലത്തിൽ നിന്നാണ് അക്ഷയ് മത്സരിക്കുന്നത്. 2014 ഈ മണ്ഡലത്തിൽ വിജയിച്ച അക്ഷയ് 2019 പരാജയപ്പെട്ടിരുന്നു. എങ്കിലും സമാജ്വാദി പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിരുന്ന രാംപൂരിൽ അവിടത്തെ പഴയകാല പ്രതാപിയും മുലായം സിംഗിന്റെ അടുത്ത അനുയായിയുമായിരുന്ന അസം ഖാനും അഖിലേഷ് യാദവും തമ്മിലുള്ള പ്രശ്നങ്ങൾ BJPക്ക് ഗുണകരമായി മാറുമെന്നാണ് പലരും കരുതുന്നത്. ഡൽഹിയിൽ നിന്നുള്ള ഇമാമായ മൗലാന മുഹീബുള്ള നാദിനിയെ രാംപൂരിൽ മത്സരിപ്പിക്കാനുള്ള അഖിലേഷിന്റെ തീരുമാനം അസം ഖാനെ ചൊടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ സഹായിയായ അസീം രാസ്തയുടെ സ്ഥാനാർത്ഥിത്വം അഖിലേഷ് നിരസിച്ചതോടെ പാർട്ടിക്കകത്ത് ആഭ്യന്തര യുദ്ധം രൂക്ഷമാണ്. 2022 രാംപൂർ ഉപതെരഞ്ഞെടുപ്പ് അപ്രതീക്ഷിതമായി വിജയിച്ചതിന് BJP നേതാവ് ഘനശ്യാം സിംഗ് ലോധി തന്നെയാണ് ഇത്തവണയും സ്ഥാനാർത്ഥി. ഈ അവസരം മുതലെടുത്ത് BSP സീഷൻ ഖാനെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരികയും അസം ഖാന്റെ അനുയായികൾ അദ്ദേഹത്തിന് പിന്തുണ നൽകുകയും ചെയ്തു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഇത്തവണ 2 മുസ്ലിം സ്ഥാനാർത്ഥികൾ പരസ്പരം പോരടിക്കുന്നതിനിടെ വിജയിച്ചു പോകാമെന്നാണ് BJPയുടെ പ്രതീക്ഷ.